ആത്മാവ് നമ്മളോട് കൂടെ ആമേൻ എപ്പോഴും ആയിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. നമുക്ക് ദൈവവചനത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ പിതാവാം ദൈവത്തിന്റെ ഹൃദയത്തിലെ മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ഉദ്ദേശങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമാണ് അത്. ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കർത്താവ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ യഥാർത്ഥ ഉദ്ദേശം, ദ പീക്ക് പർപ്പസ് ഓഫ് ക്രിയേഷൻ ഓഫ് ഗാഡ് ഓഫ് ഹ്യൂമൻ. ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ മനുഷ്യ വർഗത്തെ ഭൂമിയിൽ സൃഷ്ടിച്ചതുകൊണ്ട് ദൈവം ഹൃദയത്തിനകത്ത് ഉദ്ദേശിച്ചത് പിതാവായ ദൈവത്തിന് ഒരു കൂട്ടം ദൈവത്തിന്റെ മക്കളെ, അവന്റെ കുഞ്ഞുങ്ങളെ ഉണ്ട് എന്നുള്ളതിനാ. ആ ഒരു ഉദ്ദേശത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളെല്ലാവരും ആരാണ്? നാം എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. നാം എല്ലാം ദൈവത്തിന്റെ മക്കളാണ്. നമുക്കെല്ലാം ഒരു അപ്പനുണ്ട്. ആ അപ്പന്റെ പേര് പിതാവാം ദൈവം എന്നാണ്. എത്ര പേർക്ക് അങ്ങനെ ഒരു അപ്പനുണ്ട്? എനിക്കൊരു അപ്പനുണ്ടെന്ന് ഉറപ്പുള്ളവരൊന്ന് കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. ഹല്ലേലൂയ. നമുക്കൊരു അപ്പനുണ്ട്, നമുക്കൊരു പിതാവുണ്ട്. ഈ പിതാവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഈ പിതാവുമായിട്ട് ഫെലോഷിപ്പ്, കൂട്ടായ്മ ആചരിക്കുവാനും വേണ്ടിയാണ് നമ്മൾ ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പിതാവാം ദൈവത്തിന് വ്യക്തമായൊരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. മനുഷ്യന് അതിപ്പോ നമ്മുടെ പപ്പായാകട്ടെ, മമ്മിയാകട്ടെ, നമ്മുടെ കൂട്ടുകാരാകട്ടെ, നമ്മുടെ സഹോദരങ്ങളാകട്ടെ, നമ്മുടെ സഹപാഠികളാകട്ടെ, നമ്മുടെ സഹവിശ്വാസികളാകട്ടെ, അവർക്കൊക്കെ ലിമിറ്റഡ് ആയ ഒരു ഉദ്ദേശം നമ്മളെ കുറിച്ചുണ്ട്. നമ്മുടെ ഭൂമിയിൽ ഈ ജീവിക്കുമ്പോൾ നമ്മുടെ മേലൊരു ദൗത്യം ഇവരിലെല്ലാം ഉണ്ട്. ഒരു അപ്പനായ ഒരു വ്യക്തിക്ക് മക്കളെ കുറിച്ചൊരു ദൗത്യമുണ്ട്. ആ വ്യക്തിയെ കുറിച്ചുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് തന്റെ മക്കളെ പരിപാലിച്ച് നല്ല ഭാവി ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഒരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിനെ വളരെ സൂക്ഷ്മതയോടെ സൂക്ഷിച്ച് പരിപാലിച്ച് ആ കുഞ്ഞിനെ നല്ലൊരു പുരുഷനാക്കി അല്ലെങ്കിൽ ഒരു നല്ലൊരു സ്ത്രീയാക്കി എടുക്കുക എന്നുള്ളതാണ് ഒരു അമ്മയുടെ ഉദ്ദേശം. ഈ ഭൂമിയിൽ ഒരു അമ്മയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു സുഹൃത്തിന് തന്റെ കൂട്ടുകാരനെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ഒരു സഹോദരന് തന്റെ സഹോദരനോട് ഒരു ഉദ്ദേശമുണ്ട്. അങ്ങനെ മനുഷ്യനായി ഭൂമിയിൽ പിറന്ന സകല മനുഷ്യർക്കും ഭൂമിയിൽ ജീവിക്കുമ്പോൾ എല്ലാവർക്കും പ്രത്യേക ഉദ്ദേശങ്ങളുണ്ട്. നമുക്കെല്ലാവർക്കും ഒരു പർപ്പസ് ഉണ്ട്. ഇപ്പം ആമേൻ, കൊമേഴ്സ് പഠിക്കുന്ന ഒരു +2 വിദ്യാർത്ഥിക്ക് ഒരു ലക്ഷ്യമുണ്ടാകും, ഒരു ഉദ്ദേശം ഉണ്ടാകും. അതുപോലെ സയൻസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഒരു ഉദ്ദേശം ഉണ്ടാകും. ഇതിനെല്ലാം ഒരു പ്രത്യേക പർപ്പസോട് കൂടിയാണ് പഠിക്കുന്നത്. ബൈബിൾ കോളേജിൽ പഠിക്കുന്ന ഒരു തിയോളജി പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിന് അതിൻ്റെതായ ഒരു പർപ്പസ് ഉണ്ട്. അപ്പൊ ലൈഫിനകത്തുള്ള എല്ലാ മേഖലകൾക്കകത്തും ഒരു പർപ്പസ് ഉള്ളതുപോലെ ദൈവവും മനുഷ്യനെ തന്റെ സാദൃശ്യത്തിലും തന്റെ സ്വരൂപത്തിലും സൃഷ്ടിച്ചതിന്റെ പുറകിൽ ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി ആ കാര്യം? നമ്മളെക്കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. മനുഷ്യന്റെ ഉദ്ദേശങ്ങളെല്ലാം ആ ഒരു ദൗത്യത്തിന്റെ പൂർണ്ണതയിൽ തീർന്നു പോകും. ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യനുമുള്ള ദൗത്യങ്ങളും അതിന്റെ അച്ചീവ്മെന്റിൽ തീർന്നു പോകും. ആ അച്ചീവ്മെന്റിന് വേണ്ടിയാണ് നമ്മുടെ ഈ ലോകത്തുള്ള എല്ലാ മോട്ടിവേഷൻ സ്പീക്കേഴ്സും എല്ലാ പ്രൊഫസേഴ്സും എല്ലാവരും, എല്ലാ പഠിതാക്കളും, എസ്പെഷ്യലി ഉദ്യോഗസ്ഥരായിട്ടുള്ളവരെല്ലാം ഓടുന്നത്. ഇപ്പൊ നമ്മുടെ CM എടുത്ത് നോക്കുകയാണെങ്കിൽ CMന്റെ മേലുള്ള ഉദ്ദേശം എന്താ? അദ്ദേഹത്തിന്റെ പർപ്പസ് എന്താ? ഈ കേരളത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ വികസനവും ഈ കേരളത്തെ നന്നായി നടത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മേൽ കിടക്കുന്ന ഉദ്ദേശം, അദ്ദേഹത്തിന്റെ മേൽ കിടക്കുന്ന മിഷൻ, അദ്ദേഹത്തിന്റെ മേൽ കിടക്കുന്ന ദൗത്യം. അതുപോലെയാണ് സകല മനുഷ്യനുമുള്ളത്. എന്നാൽ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ പൂർത്തീകരണം സംഭവിക്കുമ്പോൾ, ഇപ്പോ ഒരു ബിരുദധാരിയാവാൻ പഠിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ പഠിക്കുന്ന ഒരു വ്യക്തി തന്റെ ഗ്രാജുവേഷൻ ആകുകയും താൻ ആ ഉദ്യോഗം പ്രാപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ താൻ പഠിക്കുന്നതിന്റെ ഉദ്ദേശം തീർന്നു. ഇപ്പൊ 10ാം ക്ലാസ്സിന് വേണ്ടി പഠിക്കുന്ന ഒരു വ്യക്തി SSLC എക്സാം കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ 10ാം ക്ലാസ് എന്ന് പറയുന്ന ഉദ്ദേശം തീരുകയാണ്. എന്ന് പറഞ്ഞതുപോലെ ഭൂമിയിലുള്ള സകല മനുഷ്യന്റെയും ദൗത്യം ഒരിക്കൽ തീർന്നു. എന്നാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച
ആ പർപ്പസ് തീരണമെങ്കിൽ നാം എല്ലാവരും രക്ഷയുടെ പൂർത്തീകരണം പ്രാപിക്കണം. ഹല്ലേലൂയ. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചത്, അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ വേർതിരിച്ചത്. ഇന്ന് രാത്രിയും നമ്മൾ ഇപ്പോൾ ദൈവ സാന്നിധ്യത്തിൽ കീഴിൽ കർത്താവിനോട് ചേർന്ന് കർത്താവിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിനോട് കൂടെ ഇരിക്കുമ്പോ ദൈവം നമ്മളെ ഇങ്ങനെ വിളിച്ചു വേർതിരിച്ചതിന്റെ പുറകിൽ ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. പറഞ്ഞു വന്നതിന്റെ അർത്ഥം, ദൈവം നിങ്ങളെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്ന ഉദ്ദേശത്തിനകത്താണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളും കടന്നു പോകുന്നതെന്ന് ദൈവത്തിന് മക്കളായ നാം എല്ലാം തിരിച്ചറിയണം. ഹല്ലേലൂയ. നാം ആരും വെറുതെ ഈ ഭൂമി വന്ന് ജനിച്ച് വെറുതെ ഈ ഭൂമിയിൽ ജീവിച്ച് അല്പം ജോലി ചെയ്ത് അല്പം സമ്പത്തുണ്ടാക്കി മരിച്ചു പോവേണ്ടവരല്ല. അതിനപ്പുറം നമ്മുടെ ഈ ഭൂമിയിലുള്ള ഈ ജീവിതം കൊണ്ട് ദൈവത്തിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ടെന്ന് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളും തിരിച്ചറിയണം. നിങ്ങളെ ദൈവം വിളിക്കുകയും നിങ്ങളെ ദൈവം വേർതിരിക്കുകയും ദൈവം നിങ്ങളെ വിശുദ്ധീകരിക്കുകയും ദൈവം നിങ്ങളെ തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ വീണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് എന്ന് ഇന്ന് രാത്രി നിങ്ങൾ തിരിച്ചറിയണം. എന്റെ കൂടെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. കർത്താവേ, എന്റെ മേൽ കിടക്കുന്ന ദൈവത്തിന്റെ ഉദ്ദേശങ്ങളെ ഇന്ന് രാത്രിയും എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് കർത്താവിനോട് പറഞ്ഞോട്ടെ. ഹല്ലേലൂയ. അങ്ങനെ ദൈവം നിങ്ങളെ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി വിളിച്ചത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ രക്ഷ അനുഭവിക്കുന്നത്. ഇപ്പം പഴയ നിയമത്തെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം മുതൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മുതൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ദൈവം മനുഷ്യന്റെ കൂടെ ഇറങ്ങി നടക്കുകയാണ്, കൂടെ ഇറങ്ങി സംസാരിക്കുകയാണ്. ദൈവമായിട്ട് എപ്പോഴും ഫെലോഷിപ്പിൽ, ദൈവമായിട്ടുള്ള എപ്പോഴും ബന്ധത്തിൽ ആ മനുഷ്യനെ എപ്പോഴും കൂട്ടായ്മയിൽ ആചരിച്ചുകൊണ്ട് ദൈവം മനുഷ്യനോട് കൂടെ നടക്കുകയാണ്. ഇപ്പം ഹാനോക്കിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഹാനോക്കിന്റെ പ്രത്യേകത എന്താ? ഹല്ലേലൂയ. ഹാനോക്കാണോ? ആരായിരുന്നു എടുക്കപ്പെട്ടത്? ദൈവത്തോട് കൂടെ നടന്ന് മരണം കാണാതെ എടുക്കപ്പെട്ട ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ വായിക്കുന്നില്ലേ? പേര് ഞാൻ വിട്ടുപോയി. അദ്ദേഹത്തിന് എന്താ സംഭവിച്ചത്? അദ്ദേഹത്തിന് സംഭവിച്ചതും ദൈവത്തോട് കൂടെ താൻ നടന്നു. അബ്രഹാമിനെ എടുത്തു നോക്കാം. അബ്രഹാം ദൈവത്തോട് കൂടെ നടന്നു, അവനെ ദൈവം സന്ദർശിച്ചു. ഹാനോക്കിന്റെ പ്രത്യേകത എന്താ? ഹാനോക്ക് തന്റെ ആയുസ്സിൽ, തന്റെ ചെറുപ്പകാലം മുതൽ തന്റെ അവസാന നാൾ വരെ ദൈവത്തോട് കൂടെ നടന്നു. ഹല്ലേലൂയ. കർത്താവിനോട് സംസാരിച്ചു, കർത്താവിനോട് ഇടപെട്ടു. അങ്ങനെ കാലാകാലങ്ങളായി, ഉൽപ്പത്തി പുസ്തകം മുതൽ കാലാകാലങ്ങളായി മനുഷ്യരുടെ ഇടയിൽ നിന്ന്, അതിപ്പോ എത്ര വക്രതയും എത്ര കോട്ടവുമുള്ള തലമുറയുടെ മധ്യത്തിലാണെങ്കിലും ദൈവം തന്റെ ജനത്തെ നയിക്കേണ്ടതിന് ഒരുത്തനെ സന്ദർശിക്കും. ഹല്ലേലൂയ. അങ്ങനെ നോഹയെ സന്ദർശിച്ചു. അങ്ങനെ അബ്രഹാമിനെ സന്ദർശിച്ചു, ഇസ്ഹാക്കിനെ സന്ദർശിച്ചു, യാക്കോബിനെ സന്ദർശിച്ചു. ഹല്ലേലൂയ. പിന്നെ ആരാ? യോസേഫിനെ സന്ദർശിച്ചു, മോശയെ സന്ദർശിച്ചു, യോശുവയെ സന്ദർശിച്ചു. അങ്ങനെ ഒരു വിശുദ്ധന്മാരുടെ പട്ടികയുണ്ടല്ലോ. ഇങ്ങനെ ദൈവം മനുഷ്യനായ ഈ ഭൂമിയിൽ, എസ്പെഷ്യലി ഞാൻ പറഞ്ഞാൽ നമ്മുടെ ബൈബിളിലെ ഭാഷയിൽ പറഞ്ഞാല്, പാപത്തിന് കീഴിൽ, മാനവകുലത്തിന്റെ മേൽ വന്ന പാപത്തിന് കീഴിൽ നശിച്ചു പോയ ഒരു കൂട്ടം ജനമായ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ദൈവത്തിന് സംസാരിക്കാൻ, ദൈവത്തിന് ഇടപെടാൻ, ദൈവത്തിനോട് ചേർന്നിരിക്കാൻ ഒരു കൂട്ടം ദൈവമക്കളെ ദൈവം തിരഞ്ഞെടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ 2026 വന്നപ്പോ ഒരു കൂട്ടം ദൈവത്തിന്റെ മക്കളെ ദൈവം തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുപ്പിനകത്തുള്ളവരാണ് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമെന്ന് ഇന്ന് രാത്രി നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. നാം എല്ലാം അബ്രഹാമിനെ വിളിച്ചതുപോലെ തന്നെ വിളിക്കപ്പെട്ടവരാ. നാം എല്ലാം ഇസഹാക്കിനെ വിളിച്ചതുപോലെ തന്നെ വിളിക്കപ്പെട്ടവരാ. നാം എല്ലാം മോശയെ വിളിച്ചതുപോലെ തന്നെ വിളിക്കപ്പെട്ടവരാണ്. ന്യായാധിപന്മാരെയും രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും ദാവീദിനെയും ഹല്ലേലൂയ തുടങ്ങി ആ പഴയ നിയമ വിശുദ്ധന്മാരെ എല്ലാം വിളിച്ചതുപോലെ തന്നെ വിളിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളാണ് നാം എല്ലാവരും. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയും നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നമുക്ക് ശബ്ദമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാൻ പറ്റുന്നത്. ശബ്ദമുയർത്തിയില്ലെങ്കിലും ഹൃദയത്തിനകത്ത് ദൈവത്തോട് സംസാരിക്കാൻ, കർത്താവിനോട് ഇടപെടാൻ,
കർത്താവിന് നമ്മളോട് സംസാരിക്കാനുള്ള ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ദൈവം ഒരുക്കിയതിന്റെ കാരണം അന്നത്തെ പിതാക്കന്മാരെ വിളിച്ചതുപോലെ തന്നെ ദൈവം നിങ്ങളെ വിളിച്ചതുകൊണ്ടാണ്. ഹല്ലേലൂയ. അന്ന് ദൈവം യഹോവയായ ദൈവമായി അവർക്ക് വെളിപ്പെട്ടതുപോലെ ഇന്ന് കൃപായുഗത്തിൽ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിലൂടെ രക്ഷ വെളിപ്പെട്ട നമുക്ക് ഓരോരുത്തർക്കും ദൈവം ഇറങ്ങി നിന്ന് സംസാരിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിന്റെ ശബ്ദമായിട്ട് അയച്ചിരിക്കുന്ന ഒന്നാണ് ദൈവത്തിന്റെ തൃത്വത്തിലെ മൂന്നാമത്തെ വ്യക്തിത്വമായ പരിശുദ്ധാത്മാവ്. ഇന്ന് രാത്രി എത്ര പേരാ പരിശുദ്ധാത്മാവ് പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്? എത്ര പേർക്ക് ഹൃദയത്തിനകത്ത് ആഗ്രഹമുണ്ട്? ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ അതിന്റെ അർത്ഥം അബ്രഹാമിനോട് സംസാരിച്ചതുപോലെ തന്നെ നിങ്ങളോട് സംസാരിക്കാനാണ് ദൈവം അയച്ചിരിക്കുന്നത്. ഇസഹാക്കിനോട് ദൈവം എങ്ങനെ സംസാരിച്ചോ അങ്ങനെ തന്നെ നിങ്ങളോടും വ്യക്തമായിട്ട് ദൈവത്തിന് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. മോശയോട് എങ്ങനെയാണോ ദൈവം സംസാരിച്ചത് അതുപോലെ തന്നെ നിങ്ങളോട് പരിശുദ്ധാത്മാവിന് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. അത് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. നിങ്ങളുടെ ദൈവം ആരാണ്? നിങ്ങളുടെ ദൈവം ഒരു ഊമ വിഗ്രഹമല്ല. നിങ്ങളുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ ദൈവം നിങ്ങളോട് വ്യക്തമായിട്ട് ഇടപെടുന്ന ദൈവമാണ്. നിങ്ങളുടെ ദൈവം നിങ്ങളുടെ കൂടെ നടക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ ദൈവം നിങ്ങളോട് വഴികൾ കാണിച്ച് നടത്തുന്ന ദൈവമാണ്. എങ്ങോട്ട് പോകണമെന്നും എങ്ങോട്ട് പോകരുതെന്നും എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യരുതെന്നും വ്യക്തമായി പഠിപ്പിക്കുകയും നിങ്ങൾക്ക് വഴി കാണിച്ചു തരികയും ചെയ്യുന്ന ഒരു ദൈവമാണ് നിങ്ങളുടെ ദൈവം. എങ്കിലത് വിശ്വസിച്ചോ. ഇന്ന് രാത്രിയും നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവിനെ പകർന്നിരിക്കുന്നത് അങ്ങനെ പിതാക്കന്മാരോട് സംസാരിച്ചതുപോലെ നിങ്ങളോട് സംസാരിക്കുവാൻ വേണ്ടിയാണ്. ഒന്ന് കരം ഉയർത്തിപ്പിടിച്ച് എന്നിട്ട് എന്റെ കൂടെ എന്ന് പറഞ്ഞ കർത്താവേ, ഇത്ര ശ്രേഷ്ഠമേറിയ കൃപ, ഇത്ര ശ്രേഷ്ഠമേറിയ മഹത്വം എന്റെ മേൽ അങ്ങ് പകർന്നതിനെ ഓർത്ത്, ഈ പരിശുദ്ധാത്മാവിനെ എന്റെ മേൽ പകർന്നതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നത് എത്ര പേർക്ക് പറയാൻ കഴിയും? നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് ശബ്ദം ഉയർത്തി അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിനകത്തൊന്ന് സ്തോത്രം ചെയ്ത കർത്താവേ, താങ്ക് യു ജീസസ് ഫോർ ദ ഹോളി സ്പിരിറ്റ് ദാറ്റ് യു ഹാവ് ഗിവൻ ഇൻസൈഡ് ഓഫ് മീ. അതെപ്പോഴും എന്നോട് സംസാരിക്കേണ്ടതിന്, എപ്പോഴും എന്നോട് കൂടെ നടക്കേണ്ടതിന്, എപ്പോഴും എന്നോട് ഇടപെടേണ്ടതിന്, അങ്ങ് എന്നോട് സംസാരിക്കേണ്ടതിന് എന്റെ മേൽ പരിശുദ്ധാത്മാവിനെ നൽകിയതിന് ഞാൻ ഇന്ന് രാത്രി അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞാട്ടെ. അങ്ങനെ പഴയ നിയമത്തിൽ പിതാക്കന്മാരോട് സംസാരിച്ച അതേ ദൈവം പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിലൂടെ നമ്മളോട് സംസാരിച്ചു. അതാണ് നമുക്ക് കാണാൻ കഴിയുന്ന സുവിശേഷം എന്ന് പറയുന്നത്. യേശു കർത്താവ് നമ്മളോട് സംസാരിച്ച ഓരോ വാക്കുകളുമാണ് സുവിശേഷം എന്ന് പറയുന്നത്. അതാരാണ്? അത് മനുഷ്യനെ തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച സർവശക്തനായ ദൈവമാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. ആ യേശു ക്രിസ്തു തന്നെയാണ് ആദിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ യേശു ക്രിസ്തു തന്നെയാണ് പഴയ നിയമത്തിലെ എല്ലാ വിശുദ്ധന്മാരോടും സന്ദർശിച്ചത്. ഹല്ലേലൂയ. ആ യേശു ക്രിസ്തു തന്നെയാണ് പുത്രന്റെ സ്വരൂപമെടുത്ത് ഭൂമിയിൽ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി യാഗമായത്. ഇവനെല്ലാം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന പൂർണ്ണതയുള്ള ദൈവത്തിന്റെ 3 വ്യക്തിത്വങ്ങളായിട്ട് നമുക്ക് വെളിപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ പരിശുദ്ധാത്മാവായിട്ട് ഈ കൃപായുഗത്തിൽ എന്ന് വെച്ചാൽ അന്ത്യനാഴികയായ നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ യേശു കർത്താവ് സംസാരിച്ചതുപോലെ, പിതാക്കന്മാരോട് യഹോവയായ ദൈവം, പിതാവായ ദൈവം സംസാരിച്ചതുപോലെ നമ്മളോട് തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവാം ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. അതാണ് നാം അനുഭവിക്കുന്ന പരിശുദ്ധാത്മാവ്. അതാണ് നമ്മളോട് സംസാരിക്കുന്ന പരിശുദ്ധാത്മാവ്. എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്? ഒന്ന്, പരിശുദ്ധാത്മാവിനെ നമ്മളോട് സംസാരിക്കാൻ ദൈവവചനം ഒരു ഭാഗമാണ്, ഒരു പ്രധാനപ്പെട്ട മീഡിയമാണ്. ദൈവവചനം പരിശുദ്ധാത്മാവിനെ നമ്മളോട് സംസാരിക്കാനുള്ള മീഡിയമാണ്. രണ്ടാമത് നമ്മുടെ അകത്തുള്ള ആത്മാവ്, അതൊരു മീഡിയമാണ്. ഞാൻ വ്യക്തമാക്കി തരാം. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിനകത്ത് ഒരു വേദഭാഗമുണ്ട്. അതാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം. ഞാനൊരു ഇൻട്രഡക്ഷൻ അങ്ങനെ ആഗ്രഹിക്കുന്നത് കൊണ്ട് ബൈബിൾ വായിക്കാൻ നിങ്ങൾ ഹൃദയം തുറക്കുക. അപ്പോ റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന
ആമേൻ, ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ചുള്ള ആമേൻ ദൈവത്തിന്റെ ആത്മാവിന്റെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. നോക്കിക്കേ, അതിന് ഒന്നാമത്തെ നമ്മൾ അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. രണ്ടാമത്തെ വാക്യം നോക്കിക്കേ, അവിടെ പറയുന്നത് ഈ പരിശുദ്ധാത്മാവ് ജീവന്റെ ആത്മാവാണ്. ഹല്ലേലൂയ. എന്താണ്? എന്റെ കൂടെ ഒന്ന് പറഞ്ഞേ, നിങ്ങൾ എല്ലാവരും ഒന്ന് പറഞ്ഞേ, ടൈപ്പ് ചെയ്തിട്ടെ. എന്താണ് പരിശുദ്ധാത്മാവ്? എന്താണ്? ജീവന്റെ ആത്മാവാണ്. ജീവന്റെ ആത്മാവ് എന്താണ്? ജീവന്റെ ആത്മാവ്. പരിശുദ്ധാത്മാവ് ജീവന്റെ ആത്മാവാണ്. നോക്കിക്കേ, അവിടെ പറയുന്നത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് എവിടെ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം തന്നു? മരണത്തിൽ നിന്നും പാപത്തിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം തന്നു. എങ്ങനെയാണ് നമുക്ക് സ്വാതന്ത്ര്യം തന്നത്? യേശു ക്രിസ്തുവിലാണ് നമുക്ക് സ്വാതന്ത്ര്യം തന്നത്. എങ്ങനെയാണ്? ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നമ്മുടെ മേലുള്ള പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് യേശു ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുകയാണ്. ആമേൻ. അതാണ് വചനം പറയുന്നത്. എന്ത് വരുത്തി? സ്വാതന്ത്ര്യം വരുത്തി. അപ്പോ എവിടെയാണ് ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യം ഉള്ളത്? എവിടെയാണ് ഒരു വ്യക്തിയുടെ മേൽ സ്വാതന്ത്ര്യം വരുന്നത്? സ്വാതന്ത്ര്യം വരുന്നത് ഒരു വ്യക്തി പരിശുദ്ധാത്മാവിലായി തീരുമ്പോഴാണ്. ഒരു വ്യക്തിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരികയും ആ പരിശുദ്ധാത്മാവിനാൽ ഒരു വ്യക്തി നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് ആ വ്യക്തിയിൽ സ്വാതന്ത്ര്യം വരുന്നത്. ഹല്ലേലൂയ. അങ്ങനെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവർ എത്ര പേരുണ്ട്? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച നമ്മുടെ പ്രത്യേകത എന്തെന്നറിയാമോ? നമ്മളാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവർ. യഥാർത്ഥത്തിൽ ഈ പിന്മാറ്റത്തിലുള്ള ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അവരുടെ പ്രത്യേകത എന്തെന്നറിയാമോ? അവർ പറയുന്നത് ഈ ക്രിസ്ത്യൻ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന അനുഭവങ്ങൾക്കകത്തൊന്നും ഫ്രീഡം ഇല്ല എന്നാ. എക്സ്പെന്തക്കോസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒത്തിരി ഉണ്ടല്ലോ. യൗവനക്കാരുള്ളത് കൊണ്ട് ഞാൻ അതിനെ കുറിച്ച് ഒരു വാക്ക് പറയും. എക്സ്പെന്തക്കോസ് എന്ന് പറയുന്ന ഒരു കൂട്ടർ ഈ കാലഘട്ടത്തിൽ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അവർ പറയുന്ന കാര്യം ഈ പെന്തക്കോസ്ത് അനുഭവത്തിനകത്തൊന്നും സ്വാതന്ത്ര്യമില്ലെന്നാ. യഥാർത്ഥത്തിൽ അങ്ങനെ അല്ല. അതങ്ങനെ പറയാൻ കാരണം അവർ ഒരിക്കൽ പോലും പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചിട്ടില്ല എന്നുള്ളതിന്റെ അടയാളമാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഉണ്ടാകുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. കാരണം ആ വ്യക്തിയുടെ മേലുള്ള പാപത്തിന്റെയും ആ വ്യക്തിയുടെ മേലുള്ള മരണത്തിന്റെയും മേലുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമാണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ പകരുന്നത്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ എന്റെ മേൽ എവിടെയാണ് സ്വാതന്ത്ര്യമില്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുന്നത്? നിരാശകൾ ഉണ്ടാകുന്ന എവിടെയാണ് ഞാൻ തകർന്നു പോകുന്നത്? എന്റെ ജീവിതത്തിൽ ലക്ഷ്യം തെറ്റി ഞാൻ പോകുന്നത് എവിടെയാ? ഒരു വ്യക്തി എവിടെയാണോ പാപത്തിൻ കീഴിൽ തകരുന്നത് അവിടെയാണ് ഒരു വ്യക്തിയുടെ മേൽ നാശമുണ്ടാകുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ വാർത്ത നമ്മൾ അറിയാവുന്നതല്ലേ? ഒരു വാർത്ത കേട്ടില്ലേ? ഒരു പിഞ്ചു കുഞ്ഞിനെ കൊന്നു കളഞ്ഞ കാര്യമാണ് കേട്ടില്ലേ? എന്താണ് അതിന്റെ പുറകിൽ വ്യാപരിച്ചെന്ന് അറിയാമോ? പാപമാണ്. വ്യക്തമാണ് കാര്യങ്ങളെല്ലാം. ഒരു കൊലപാതകം നടക്കുന്നതിന്റെ പുറകിൽ പാപമാണ്. ഒരു ദുർനടപ്പ് നടക്കുന്നതിന്റെ പുറകിൽ പാപമാണ്. ഇന്നത്തെ തലമുറയായ നമ്മൾ എല്ലാവരും തിരിച്ചറിയണം, ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്നത് ഒരിക്കലും സ്വാതന്ത്ര്യമല്ല. ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്നത് മരണമാണ്. ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്നത് പാപമാണ്. ഈ പാപത്തിന്റെ ശക്തിയാണ് മനുഷ്യനെ തെറ്റായ മാർഗത്തിലേക്ക് നയിക്കുന്നത്, ദുർനടപ്പിലേക്ക് നയിക്കുന്നത്. ആദ്യം ഇത് നല്ല സുഖമുള്ള കാര്യമായിരിക്കും, പിന്നീട് ഇത് കൊണ്ടുവന്ന് നിർത്തുന്നത് അതികഠിനമേറിയ ശപിക്കപ്പെട്ട നശിച്ചു പോകുന്ന അനുഭവത്തിലാ. അതല്ലേ ഇന്നത്തെ തലമുറയ്ക്കകത്ത് ഇത്രയും അപകടകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. നാം തിരിച്ചറിയണം, എന്താണ് ഈ വ്യാപരിക്കുന്നത്? ഈ വ്യാപരിക്കുന്നത് സ്വാതന്ത്ര്യമല്ല. ഈ നടക്കുന്നതൊന്നും സ്വാതന്ത്ര്യമല്ല, പകരം നടക്കുന്നത് പാപവും മരണവുമാണ്. ആ പാപത്തിൽ നിന്നും ആ മരണത്തിൽ നിന്നും ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യം ലഭിച്ചാൽ ആ സ്വാതന്ത്ര്യമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ഹല്ലേലൂയ. അവിടെയാണ് നമ്മളും മറ്റുള്ള ഒരു വ്യക്തിയും തമ്മിൽ വ്യത്യാസമായി നിൽക്കുന്നത്. ആമേൻ. അതുകൊണ്ടാണ് നമ്മൾ വേർപെട്ടവരെന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ? എസ്പെഷ്യലി അപ്പച്ചന്മാരൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നില്ലേ? വേർപെട്ട അനുഭവം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നില്ലേ? എന്താണ് ആ സംഭവം? ഇതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ പ്രത്യേകത എന്താ? നമ്മൾ ഈ പറഞ്ഞ പാപത്തിന്റെയും മരണത്തിന്റെയും അധികാരത്തിൽ നിന്ന്, പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയവരാണ്. ഈ സ്വാതന്ത്ര്യം നമ്മുടെ മേൽ വന്നപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചു?
നമുക്ക് ജീവൻ വെളിപ്പെട്ടു, നമ്മുടെ മേൽ ജീവൻ വെളിപ്പെട്ടു. ജീവന്റെയും ആത്മാവിന്റെയും പ്രമാണം നമ്മുടെ മേൽ വെളിപ്പെട്ടപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. അങ്ങനെ സ്വാതന്ത്ര്യം ലഭിച്ചവരുടെ പ്രത്യേകത എന്തെന്നറിയാമോ? താഴോട്ട് ഞാൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഹല്ലേലൂയ, താങ്ക് യു ജീസസ് ലോർഡ്, താങ്ക് യു ലോർഡ്. നമ്മൾ വായിച്ചത് രണ്ടാമത്തെ വാക്യമല്ല, മൂന്നാമത്തെ വാക്യം നോക്കിക്കേ. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. ഈ ബോധ്യം നമ്മുടെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവാണ് കൊണ്ടുവന്നിടുന്നത്. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ആദ്യത്തെ ക്ലാസ്സുകൾ, ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ആദ്യത്തെ ക്ലാസ്സുകൾ നിങ്ങൾ കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എപ്പോഴാണ് ഒരു വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മ വരുന്നത്. യേശു ക്രിസ്തുവിൽ എന്റെ മേലുള്ള പാപത്തെ കഴുകി വെളുപ്പിച്ചെന്നും ഞാൻ ഇനി പാപിയായിട്ട് ദൈവം കണക്കാക്കുന്നില്ല എന്നും ഞാൻ എപ്പോൾ എന്റെ ചെവി കൊണ്ട് കേൾക്കുകയും ഞാനത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുമോ അപ്പോഴാണ് നമ്മുടെ മേൽ പരിശുദ്ധാത്മ വരുന്നേ. നമ്മൾ കേട്ടില്ലേ, നമ്മുടെ മേൽ പരിശുദ്ധാത്മ എപ്പോഴാണ് വരുന്നത്? വചനം കേൾക്കുമ്പോഴാണ്, സുവിശേഷം കേൾക്കുമ്പോഴാണ്, യേശു ക്രിസ്തുവിനുള്ള രക്ഷയെക്കുറിച്ച് നാം കേൾക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുന്നത്. ഈ പരിശുദ്ധാത്മാവാണ് നമുക്ക് ഈ ബോധ്യം തരുന്നത്. എന്ത് ബോധ്യം? തന്റെ പുത്രനെ, ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും എന്തിനയച്ചു? നമ്മുടെ ബലഹീനത. എന്താ നമ്മുടെ ബലഹീനത? അത് പാപമാണ്. ആ പാപത്തിന്റെ ശിക്ഷാവിധിയായ മരണത്തെ യേശു ക്രിസ്തുവിന്റെ മേൽ വെക്കേണ്ടതിന്, നമ്മുടെ മേലുണ്ടായിരുന്ന ദൈവത്തിന്റെ അകൽച്ചയെ, ദൈവവും നമ്മളും തമ്മിലുണ്ടായിരുന്ന ആ ക്രോധത്തെ, ഇന്നത്തെ നിരീശ്വരവാദികൾ പറയുന്ന ക്രോധമുണ്ടല്ലോ, ദൈവത്തിനെതിരെ സംസാരിക്കുന്ന സംസാരങ്ങളുണ്ടല്ലോ, നമ്മൾ കേൾക്കുന്നതല്ലേ. എസ്പെഷ്യലി ഈ ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ ഈ ജെൻസി ജനറേഷന്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒത്തിരി നമ്മൾ ഇത് കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ സംഭവിക്കുന്നത്? ഇതാണ് കാരണം. ദൈവവും മനുഷ്യനും തമ്മിലുള്ള അകൽച്ച മുഖാന്തിരമാണ് മനുഷ്യൻ ദൈവത്തിനെതിരെ സംസാരിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ അകത്ത് വരുമ്പോൾ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ അകത്ത് വന്ന് അവന് പാപത്തെക്കുറിച്ച് ബോധ്യം കൊടുക്കുകയും അവനോട് കൂടെ നടക്കുകയും ചെയ്യാൻ തുടങ്ങുമ്പോൾ അവന് സംഭവിക്കുന്നത് ദൈവം യേശു ക്രിസ്തുവിലൂടെ, ആ പുത്രനായ ക്രിസ്തുവിലൂടെ ചെയ്തതെന്തെന്നുള്ള ബോധ്യം കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അവിടെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാനിരിക്കുന്ന വാക്യത്തിലേക്കുള്ള ആ കീ കിടക്കുന്നത്. നോക്കിക്കേ, ആ 8-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ അതിന്റെ 14-ാമത്തെ വാക്യം നോക്കിക്കേ. അവിടെ പറയുകയാണ്, ദൈവാത്മാവ് നടത്തുന്നവരേവരും ആരാണ്? ദൈവത്തിന്റെ മക്കളാണ്. നിങ്ങൾ എല്ലാവരും വായിച്ചോ? റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യമാണ്. അവിടെ പറയുക, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. എപ്പോഴാ ഒരു വ്യക്തി ദൈവത്തിന്റെ മകൻ അല്ലെങ്കിൽ മകൾ എന്ന് പറയുന്ന ബോധ്യത്തിലേക്ക് വരുന്നത്? അവനെ ദൈവാത്മാവ് നടത്തുമ്പോഴാണ്. ഒരു ദൈവ പൈതലിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഒരു ദൈവത്തിന്റെ കുഞ്ഞിന്റെ പ്രത്യേകത, വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് എ ചൈൽഡ് ഓഫ് ഗാഡ്? എന്താണ് പ്രത്യേകത? സ്പെഷ്യാലിറ്റി എന്താണ്? ഒരൊറ്റ സ്പെഷ്യാലിറ്റിയാണ് അവനെ വ്യത്യസ്തനാക്കി നിർത്തുന്നത്. അത് എത്ര വലിയ പാപത്തിന്റെ നടുവിലും, എത്ര വലിയ പ്രലോഭനത്തിന്റെ നടുവിലൂടെ അവൻ നടന്നു പോയാലും, അവന്റെ മുമ്പിൽ പാപം ചെയ്യാനുള്ള സകല ഓപ്പർച്യൂണിറ്റീസും അവന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും അവൻ ദൈവ മകനാണ്, ദൈവ മകളാണെന്ന് അവനിലൂടെ മാനിഫെസ്റ്റ് ആകുന്നത്, വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നറിയാമോ? അവനെ നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ ഒരു വ്യക്തി നടക്കുമ്പോഴാണ്, പരിശുദ്ധാത്മാവിനാൽ, ദൈവത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയെ നടത്തുമ്പോഴാണ് അവൻ പാപത്തെ ജയിക്കുന്നത്. ഇന്ന് രാത്രി പ്രലോഭനങ്ങളെ ജയിക്കാൻ കഴിയാത്ത അനുഭവങ്ങളിലൂടെ നിങ്ങൾ ആരെങ്കിലും കയറി പോകുന്നുണ്ടെങ്കിൽ, കടന്നു പോകുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും ഈ പാപത്തിന്റെ ശക്തിയെ ജയിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നാരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി നിങ്ങൾ തിരിച്ചറിയണം, യു ഹാവ് ടു റിസീവ് ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് വന്നിരിക്കുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൂടെ നടക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പരിശുദ്ധാത്മാവ് നിങ്ങളോട് നടക്കുന്നത് ദൈവത്തിന്റെ മക്കൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കളാക്കി, ദൈവത്തിന്റെ മകനാക്കി, ദൈവത്തിന്റെ മകളായി ആ ബോധ്യത്തിൽ നടത്താനാ. ഹല്ലേലൂയ. ആവശ്യമില്ല.
നിങ്ങൾ ഇത് കേൾക്കുക. ഓക്കെ, ഇത് ശ്രദ്ധിച്ച് കേൾക്കുക. എന്താണ് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നിട്ട് ചെയ്യുന്നത്? പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്ന് ചെയ്യുന്നത് നമുക്ക് പാപം എന്തെന്ന് വെളിപ്പെടുത്തുക. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞത്, യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത് നോക്കിക്കേ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നിട്ട് എന്താ ചെയ്യുന്നേ? നമുക്ക് പാപത്തെക്കുറിച്ചും 16-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യമാട്ടോ പറയുന്നേ. അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തും. ആർക്ക് ബോധ്യം വരുത്തും? ആർക്കാ ബോധ്യം വരുത്തുന്നേ? ഹല്ലേലൂയ. നെഞ്ചത്തോട് കൈവച്ചിട്ട് ധൈര്യത്തോടെ പറ, എനിക്ക് ബോധ്യം വരുത്തും, എനിക്ക് ബോധ്യം വരുത്തും പറ. ഹല്ലേലൂയ. നമുക്ക് ഓരോരുത്തർക്കും ബോധ്യം വരുത്താനാ പരിശുദ്ധ, പാപത്തെക്കുറിച്ച് ബോധ്യം തരാനാ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ അയച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് ഈ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവർ ഈ നിറവിനകത്ത് ജീവിക്കുമ്പോൾ അവന്റെ ഓരോ സ്റ്റെപ്പിനകത്തും പാപം ഏതാണെന്നും എന്താണ് നീ നടക്കേണ്ട വഴിയെന്നും പറഞ്ഞു കൊടുക്കും. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. മോശയോട് ദൈവം സംസാരിച്ചത് ഇങ്ങനെയല്ലേ? ഈ വിധത്തിലെ പരിശുദ്ധാത്മാവ് യഹോവയായ ദൈവം മോശയോട് സംസാരിച്ചത്. അവന് ഏതാണ് വഴി, എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം, ഏത് വിധത്തിൽ ശുശ്രൂഷ ചെയ്യണം, ഏത് വിധത്തിൽ കൂടാരം ഉണ്ടാക്കണം, ഏത് വിധത്തിൽ ആരാധന കഴിക്കണം, ഏത് വിധത്തിൽ കൃപാസനം ഒരുക്കണം, ഏത് വിധത്തിൽ യാഗം കഴിക്കണം തുടങ്ങി സകല കാര്യങ്ങളെയും പഠിപ്പിച്ചത് ദൈവമാ. ഇതുപോലെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ വന്നിട്ട് നിങ്ങളുടെ ചുറ്റും പൂർണ്ണമായിട്ടും പാപത്തിന്റെ ഓപ്പർച്യൂണിറ്റീസ് നിന്നാലും നിങ്ങളോട് കൂടെ നിൽക്കുന്ന തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ട് ഇടപെടും. അതിനുവേണ്ടിയാ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ അയച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ തുടങ്ങിയപ്പോ പറഞ്ഞല്ലോ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നതിന് പുറകിൽ ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്താലാണ് ദൈവം കാലാകാലങ്ങളിൽ ഓരോരുത്തരെ ദൈവം വേർതിരിച്ചത്. അതുപോലെ ഈ കാലഘട്ടത്തിൽ നിന്നെയും എന്നെയും, നിങ്ങളെയും എന്നെയും ഒരുപോലെ വിളിച്ച് വേർതിരിച്ച് തന്റെ പുത്രന്റെ രാജ്യത്തിലാക്കി തീർത്തതിന്റെ കാരണം, തന്റെ പുത്രന്റെ അമേൻ മരിച്ചടക്ക പുനരുത്ഥാനത്തിൽ ലഭിച്ച രക്ഷയുടെ അനുഭവത്തിലേക്ക് വിളിച്ചതിന്റെ കാരണം നിങ്ങളോട് ദൈവത്തിന് സംസാരിക്കാൻ വേണ്ടിയാ. നിങ്ങളോട് ദൈവത്തോട് കൂടെ നടക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ദൈവാത്മാവ് നടത്തുന്ന ദൈവത്തിന്റെ മക്കൾ, അവരുടെ പേരാണ് ദൈവത്തിന്റെ മക്കൾ. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞെ, ഇന്ന് രാത്രി അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ ഒരനുഭവം ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, എന്റെ കുടുംബത്തിനകത്ത്, എന്റെ കോളേജ് ലൈഫിനകത്ത്, എന്റെ പേഴ്സണൽ, എന്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത്, എന്റെ ദാമ്പത്യ ജീവിതത്തിനകത്ത്, അങ്ങനെ ദൈവവുമായിട്ടൊരു ബന്ധത്തിനകത്ത്, ദൈവമായിട്ട് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവുമായിട്ടൊരു കൂട്ടായ്മയ്ക്കകത്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എന്റെ കൂടെ 2 മിനിറ്റ് കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. എന്റെ മുറിക്കകത്ത്, എന്റെ ഈ പേഴ്സണൽ മുറിക്കകത്ത്, എന്റെ ഹോസ്റ്റലിനകത്ത് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്റെ മേൽ പകരണമേ എന്ന് എത്ര ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കും? എന്റെ മുമ്പിലുള്ള പ്രലോഭനങ്ങളെ ജയിക്കാൻ, എന്റെ മുമ്പിലുള്ള പാപത്തെ ജയിക്കാൻ, എന്റെ മുമ്പിലുള്ള വശീകരണങ്ങളെ ജയിക്കാൻ, എന്റെ അഡിക്ഷൻസിനെ ജയിക്കാൻ, എന്റെ മുമ്പിൽ തകരാനുള്ള, നശിച്ചു പോകാനുള്ള അനുഭവങ്ങൾ മുമ്പിൽ വരുമ്പോ അതിനെ മറികടന്നു പോകാൻ എനിക്ക് അങ്ങയുടെ ശക്തി വേണമെന്ന് പറയുന്ന ദൈവത്തിന്റെ മക്കൾ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എന്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ച് 2 മിനിറ്റ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളുടെ മേൽ ഇപ്പോൾ അതിന്റെ ശക്തിയായിട്ട് ഇറങ്ങി വരട്ടെ. അവരുടെ നാവിനകത്ത് അത് വെളിപ്പെട്ട് വരട്ടെ. കുഞ്ഞെ, നിന്റെ സുഹൃത്ത് നിന്നോട് സംസാരിക്കുന്നത് പോലെ തന്നെ, നിന്റെ അപ്പ നിന്നോട് സംസാരിക്കുന്നത് പോലെ, നിന്റെ അമ്മ നിന്നോട് സംസാരിക്കുന്നത് പോലെ തന്നെ വ്യക്തമായി നിന്നോട് സംസാരിക്കേണ്ടതിന്
ഹല്ലേലൂയ. അബ്രഹാമിനോട് സംസാരിച്ചതുപോലെ, ഇസഹാക്കിനോട് സംസാരിച്ചതുപോലെ, യാക്കോബിനോട് സംസാരിച്ചതുപോലെ, മോശയോട് സംസാരിച്ചതുപോലെ, യോശുവയോട് സംസാരിച്ചതുപോലെ, ശമൂവേൽ ബാലനോട് സംസാരിച്ചതുപോലെ, ദാവീദിനോട് സംസാരിച്ചതുപോലെ നിന്നോടും എന്നോടും സംസാരിക്കാൻ പരിശുദ്ധാത്മാവിനെ അവൻ നിന്റെ അകത്ത് പകർന്നിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി ഹൃദയത്തെ എല്ലാം തുറന്ന് കർത്താവിന് കൊടുത്തേ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളുടെ ഹൃദയങ്ങളെല്ലാം ഇപ്പോൾ ആ പരിശുദ്ധാത്മാവിനെ നിറയപ്പെടട്ടെ. എവിടെയെങ്കിലും പരിശുദ്ധാത്മാവിൽ നിന്ന് നിങ്ങൾ ഒഴുകിപ്പോയിട്ടുണ്ടെങ്കിൽ, ദൈവകൃപയിൽ നിന്ന് നിങ്ങൾ ഒഴുകിപ്പോയിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്ന് നിങ്ങൾ ഒഴുകിപ്പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി മടങ്ങി വരാൻ പരിശുദ്ധാത്മാവ് തന്നെ നിങ്ങളോട് ആലോചന പറയുകയാണ്. കമോൺ. അതരഘടകൾ കമനഘടക തുടികജനഘടകം റീബ ലബ ശഖ ലഗാദിയ ലഗശസിയന്തന. ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം. അത് അനുഭവിക്കുന്നവർ എത്ര പേരുണ്ട്? എന്റെ മേൽ ഇത് പകരണമെന്ന് ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ മേൽ പകരണമെന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? അത് ആഗ്രഹിക്കുന്നവരെല്ലാം കർത്താവിനോട് സംസാരിച്ച്, കർത്താവേ എന്നോട് സംസാരിക്കണമേ, എന്നോട് ഇടപെടണമേ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുകയാണ്. താങ്ക് യു ജീസസ്. എത്ര പേര് അനുഭവിക്കുന്നുണ്ട്? നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിടാമോ? ഞാനത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ആമേൻ എഴുതിയിടാം. വീഡിയോസ് ഓണാക്കി കരമൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്യാമോ? നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. താങ്ക് യു ജീസസ് ലോർഡ്. കേട്ടോ, ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ മക്കളാണ്. ഇനി ശ്രദ്ധിച്ചു കേൾക്കണം. അടുത്ത പദം നോക്കിക്കേ. 14-ാമത്തെ വാക്യം നമ്മൾ വായിച്ച 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ, 15-ാമത്തെ വാക്യവും 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴും നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ മക്കളുടെ പ്രത്യേകത എന്താ? നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല പ്രാപിച്ചിരിക്കുന്നത്. എന്താണ്? നാം ആരും ഭയപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം നമ്മുടെ മുമ്പിൽ പാപം വരാൻ സാധ്യതയുണ്ട്. രാജേഷ്, ഈ ന്യായപ്രമാണം എന്തെന്ന് ഞാൻ ഒരു വാക്ക് പറഞ്ഞു കൊടുക്കട്ടെ, ഇല്ലെങ്കിൽ ഒരു വിഷമം, എന്റെ മനസ്സിലൊരു വിഷമം. ന്യായപ്രമാണം എന്ന് പറയുന്നത് മനുഷ്യർക്ക്, അല്ലെങ്കിൽ മനുഷ്യരായി പിറന്ന നമുക്ക് എല്ലാവർക്കും നമുക്ക് പാപം എന്തെന്ന് വെളിപ്പെടുത്തി തന്നത് ആ ന്യായപ്രമാണം. ഓക്കെ, ക്ലിയർ ആയല്ലോ? എന്താണ് പാപം? ഞാൻ ഈ ചെയ്യുന്നത് പാപമാണ്, ഞാൻ ഈ ചെയ്യുന്നത് പാപമാണ് എന്ന് ദൈവം മനുഷ്യനോട് സംസാരിച്ച സംഭവമാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. ഈ ന്യായപ്രമാണം ഒരു മനുഷ്യൻ വായിക്കുകയും അതിലൂടെ മനുഷ്യന് കൊടുത്ത, ദൈവം മനുഷ്യന് കൊടുത്ത ഒരു കൂട്ടം പ്രവൃത്തി മാർഗമുണ്ട്. അതാണ് പഴയ നിയമത്തിലെ, എസ്പെഷ്യലി പരിശോധിച്ചാൽ മതി, സംഖ്യാപുസ്തകം, പുറപ്പാട്, ലേവ്യസ് പുസ്തകം, സംഖ്യാപുസ്തകം, ആവർത്തന പുസ്തകം, ഇവ മൂന്നും പരിശോധിച്ചാൽ എന്താണ് ന്യായപ്രമാണം എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. കേട്ടോ, ആ ഭാഗങ്ങൾ എടുത്ത് വായിച്ചാൽ മതി. അവിടെ വ്യക്തമായിട്ട് ന്യായപ്രമാണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഇത് ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്ത പ്രമാണമാണ്. എന്താണ്? ദൈവം വിശുദ്ധനാണെന്നും ആ വിശുദ്ധനായ ദൈവത്തെ ആരാധിക്കാൻ, അല്ലെങ്കിൽ ആ വിശുദ്ധനായ ദൈവത്തോട് ചേർന്ന് വസിക്കാൻ ഇത്രത്തോളം വിശുദ്ധി വേണം എന്നും വെളിപ്പെടുത്തിയ ഒരു പ്രമാണമാണ്, ഒരു കവനന്റ് ആണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. അതൊരു മനുഷ്യനെയും പാപത്തിൽ, വിശുദ്ധിയിലേക്ക് നയിക്കാതെ മനുഷ്യരെ എല്ലാം പാപികളായിട്ട് ചിത്രീകരിച്ചു. അങ്ങനെ മനുഷ്യനെല്ലാം പാപിയാണെന്നുള്ള ബോധ്യം മനുഷ്യനുണ്ടായി. അത് പാപബോധമല്ല, കുറ്റബോധമായി വെളിപ്പെട്ടു. പാപബോധമായിരുന്നെങ്കിൽ ആ വ്യക്തി വീണ്ടും പാപം ചെയ്യത്തില്ലായിരുന്നു. എന്നാൽ ഈ പാപം ചെയ്തു എന്ന ആ പ്രമാണം ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ വന്നിട്ട് ആ വ്യക്തിക്ക് വീണ്ടും വീണ്ടും പാപത്തിന് കീഴിലായി പോയല്ലോ എന്ന ബോധ്യം മാത്രം ലഭിച്ചു. ഇതിൽ നിന്നും രക്ഷ നേടണമെങ്കിൽ വിലപിടിപ്പുള്ള കാര്യങ്ങൾ, പ്രവർത്തികൾ, എസ്പെഷ്യലി യാഗങ്ങൾ, അത് നമുക്ക് ലേവ്യ പുസ്തകം, ആവർത്തന പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യാപുസ്തകം, ആവർത്തന പുസ്തകം, ഈ 3 പുസ്തകം പഠിച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും എന്തൊക്കെയാണ് പാപം ചെയ്താൽ അല്ലെങ്കിൽ ലംഘനം ചെയ്താൽ നാം ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. ഒരു മനുഷ്യനും ഇത് ചെയ്ത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. ന്യായപ്രമാണത്തെ പൂർത്തീകരിക്കാനും ആ പ്രവർത്തികളെ, ആ മാർഗങ്ങളെ പൂർത്തീകരിക്കാൻ ഒരു മനുഷ്യനും പറ്റാതിരുന്നത് കൊണ്ടാണ് ആ മനുഷ്യനെ രക്ഷിക്കാൻ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ച് ആ ന്യായപ്രമാണത്തെ പൂർത്തീകരിച്ചത്.
വ്യക്തമായല്ലോ? ഓക്കെ, ഇവിടെ നമ്മൾ വായിച്ചത് എന്താ? ദൈവമക്കളുടെ പ്രത്യേകതയാണ്. നമ്മുടെ പ്രത്യേകത എന്താ? നാം എല്ലാം ദൈവത്തിന്റെ മക്കളാണ്. നമുക്ക് എന്തുണ്ടാകും? ഭയപ്പെടാൻ നമുക്ക് സാധ്യതയുണ്ട്. ബിക്കോസ് വി ആർ ഇൻ ദ ഫ്ലഷ്. നാം ജഡത്തിലാണ് ജീവിക്കുന്നത്. എന്താ ജഡത്തിന്റെ പ്രത്യേകത എന്നറിയാമോ? ജഡത്തിൽ നമ്മൾ ജീവിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പാപം ചെയ്യാൻ തോന്നുന്നത്. നമുക്ക് പാപം ചെയ്യാൻ തോന്നാറില്ലേ? നമുക്ക് പലപ്പോഴും പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഇപ്പോഴും നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന പലരും വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞു പോകാൻ കാരണം, ഈ കൃപയിൽ നിന്ന് വീണു പോകാൻ കാരണം എന്താ? പാപം ചെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ടാ. നമ്മളെല്ലാം ജഡത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ ഈ ജഡത്തിന്റെ സ്വഭാവം നമുക്കില്ല എന്നേ ഉള്ളൂ. ആ ജഡത്തിന്റെ സ്വഭാവത്തെയാണ് കാൽവറി ക്രൂശിൽ യേശു ക്രിസ്തുവിനോട് കൂടെ നമ്മൾ അടക്കിയത്, മരിപ്പിച്ചത്. അതിനെയാണ് നമ്മൾ സ്നാനം എന്ന് പറയുന്നത്. സ്നാനപ്പെട്ടവർ എത്ര പേരുണ്ട്? ഉണ്ടോ? സ്നാനപ്പെട്ടവർ എത്ര പേരുണ്ട്? നിങ്ങൾ സ്നാനപ്പെട്ടവരാണോ? സ്നാനത്തിൽ നമ്മൾ പ്രഖ്യാപിച്ചത് എന്താണ്? നമ്മൾ സ്നാനത്തിൽ പ്രഖ്യാപിച്ചത് നമ്മളുടെ പഴയ മനുഷ്യൻ എന്ന് വെച്ചാൽ പാപം ചെയ്യാൻ ആർത്തി ഉണ്ടായിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നല്ലോ. എപ്പോഴും പാപം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്ന മനുഷ്യനുണ്ടായിരുന്നല്ലോ. ആ മനുഷ്യനെ യേശു ക്രിസ്തുവിനോട് കൂടെ മരിപ്പിച്ചതാണ് സ്നാനം എന്ന് പറയുന്നത്. അതാണ് യേശു ക്രിസ്തുവിന്റെ മരണ, അടക്ക, പുനരുത്ഥാനത്തോടുള്ള ഏകീഭവനം എന്ന് പറയുന്നത്. We are on to the death, burial and the resurrection of Christ. അതാണ് ജലസ്നാനത്തിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളെല്ലാം ജഡ സ്വഭാവമുള്ളവരാണ്. ജഡത്തിൽ ജീവിക്കുന്നവരാണ്, പാപശരീരത്തിൽ ജീവിക്കുന്നവരാണ്. പ്രലോഭനങ്ങൾ എപ്പോ വേണമെങ്കിലും ഉണ്ടാകാം. അതുകൊണ്ടാണ് നാം ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ശരീരത്തിൽ പാപമുള്ളത് കൊണ്ട് നമ്മൾ ഇനിയും പാപം തുടരേണ്ടതുണ്ടോ എന്നുള്ളത് നമുക്കൊരു ചിന്തയുണ്ടാകും. ഞാൻ വ്യക്തമാക്കി തരാം. 6 അധ്യായം 1 വാക്യം നോക്കിക്കേ. റോമക്കെഴുതിയ ലേഖനം 6 അധ്യായം അതിന്റെ 1 വാക്യം നോക്കിക്കേ. ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്ക എന്നോ? ഉണ്ടോ? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്ക എന്നോ? അപ്പൊ പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ നമ്മുടെ മേൽ കൃപ പെരുകുമോ എന്നാ ചോദിച്ചതിന്റെ അർത്ഥം. ക്ലിയർ ആയോ? നമ്മുടെ മേൽ കൃപയുണ്ട്, പിന്നെ എന്തിനാ പിന്നെയും നമ്മുടെ മേൽ എങ്ങനെ പാപം വാഴുന്നത്? അപ്പൊ പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൃപ വരികയാണോ? കൃപ നമ്മുടെ മേലുണ്ടോ എന്നുള്ളതാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. അത് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ 5 അധ്യായവും 4 അധ്യായവും 1 അധ്യായം തൊട്ട് വായിച്ചത് മതി, നിങ്ങൾക്ക് മനസ്സിലാകും. അമ്മേ, അപ്പൊ കൃപ പെരുകേണ്ടതിന് പാപം ചെയ്യേണ്ടതായിട്ടുണ്ടോ? അല്ലെങ്കിൽ കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ? ഒരു നാളും അരുത്. പാപം ചെയ്യുവാനുള്ള ലൈസൻസ് അല്ല യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് തന്നത്. പാപം ചെയ്യുക എന്നുള്ളതല്ല. ഇവിടെ ഒരു വലിയ തെറ്റിദ്ധാരണ നമുക്കുണ്ട്. യൗവനക്കാരായ നാം എല്ലാം ഇത് തിരിച്ചറിയണം. പെട്ടെന്ന് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കും, പേടിക്കണ്ട. ഹല്ലേലൂയ. യൗവനക്കാരായ നാം എല്ലാം ഇത് തിരിച്ചറിയണം. എന്താണ് ഈ പറയുന്ന വാക്യത്തിന്റെ അർത്ഥം? നമ്മുടെ മേൽ കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തു തുടരേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ അടുത്ത വാക്യം നോക്കിക്കേ, 2 വാക്യം നോക്കിക്കേ. പാപം സംബന്ധമായി എന്ത് ചെയ്തു? നിങ്ങൾ എല്ലാവരും പറഞ്ഞ്, നിങ്ങൾ വാ തുറന്നൊന്ന് പറഞ്ഞേ. അത് പാപം സംബന്ധമായി നിങ്ങൾ എന്ത് ചെയ്തു? പാപം സംബന്ധമായി നിങ്ങൾ മരിച്ചു. എന്ത് സംഭവിച്ചു? പാപം സംബന്ധമായി മരിച്ചു. ഒന്നുകൂടെ നോക്കിക്കേ. പാപം സംബന്ധമായി മരിച്ചവരായ നാം. കണ്ടോ? പാപം സംബന്ധമായി മരിച്ചവരായ നാം എന്ന് വെച്ചാൽ നമ്മുടെ മേലുണ്ടായിരുന്ന പാപ സ്വഭാവം യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്തിൽ അവനോട് കൂടെ മരിച്ചെന്ന ആ വാക്യത്തിന്റെ അർത്ഥം. ഹല്ലേലൂയ. അതിനെ നമ്മൾ സ്നാനത്തിൽ പ്രഖ്യാപിച്ചത്. ഈ തളിക്കലിനകത്ത് സംഭവിക്കത്തില്ല കേട്ടോ. ഈ തളിക്കലിനകത്ത് നമുക്കറിയാലോ, ഞാൻ വ്യക്തമാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനെ വെള്ളം തളിച്ചാൽ അത് സംഭവിക്കത്തില്ല. ഈ ബോധ്യത്തിനകത്തൊരു വ്യക്തി വരികയും അതിനെ സമൂഹത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതാണ് ജലസ്നാനം. എന്റെ പഴയ മനുഷ്യൻ, എന്റെ മേലുണ്ടായിരുന്ന പാപ സ്വഭാവം, എന്റെ മേലുണ്ടായിരുന്ന പാപ മനുഷ്യൻ യേശു ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എന്ന്, കാൽവറിയിൽ അവനോടുകൂടെ മരിച്ചു എന്ന് ഞാൻ ജലസ്നാനത്തിൽ പ്രഖ്യാപിക്കുകയാ. എന്നിട്ട് അവനോടുകൂടെ ഞാൻ അടക്കപ്പെടുകയും യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനോടുകൂടെ ഞാനും ഉയർത്തെഴുന്നേറ്റു. എങ്ങനെ? പുതു മനുഷ്യനായി ഞാൻ ജനിച്ചു. ഇനി ഞാൻ പഴയതല്ല, പുതിയതാണ്. ഞാൻ പുതിയ മനുഷ്യനാണ്
എന്ന് പ്രഖ്യാപിക്കുന്നതല്ലേ സ്നാനം? ഹല്ലേലൂയ. അങ്ങനെ സ്നാനപ്പെട്ടവരുടെ പ്രത്യേകത എന്താ? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്യുക എന്ന ചോദ്യം ഉണ്ടല്ലോ. അതിനകത്ത് രണ്ടാമത്തെ വാക്യത്തിൽ പാപം ചെയ്യുക എന്ന് പറയുന്നതിനെ അപ്പോസ്തലനായ പൗലോസ് വെട്ടി നിലത്തിടുക. എന്ന് വെച്ചാൽ കൃപ മാത്രമേ നമ്മുടെ മേൽ പെരുകുന്നുള്ളൂ, പാപം നമ്മുടെ മേൽ പെരുകത്തില്ല. ഹല്ലേലൂയ. അവിടെയാണ് ദൈവമക്കളുടെ പ്രത്യേകത. എന്തുകൊണ്ടാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വിശുദ്ധിയിലും വേർപാടിലും നടക്കണമെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചേ? ഇതാ സംഭവം, ഇതാ കാരണം. നാം സ്നാനത്തിൽ ചെയ്തു വെച്ച കാര്യം, സ്നാനത്തിൽ നമുക്ക് സംഭവിച്ച കാര്യം, നമ്മുടെ മേൽ പാപം ചെയ്യാനുണ്ടായ പ്രലോഭനങ്ങൾ കൊണ്ടുവന്നിട്ട് അതിലേക്ക് വശീകരിച്ചു കൊണ്ടിരുന്ന ആ പാപ സ്വഭാവമുള്ള മനുഷ്യൻ മരിച്ചെന്ന്, അവൻ നമ്മളിൽ നിന്ന് വേർപെട്ടു പോയെന്ന്. ഇനി എന്റെ മേൽ പാപത്തിന്റെ സ്വഭാവമല്ല പെരുകുന്നത്, ഇനി എന്റെ മേൽ പെരുകുന്നത് ദൈവത്തിന്റെ കൃപയാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര ദൈവത്തിന്റെ മക്കളെ ഹൃദയത്തിനകത്ത് ആ ബോധ്യം ലഭിച്ചു? ആ ബോധ്യം ലഭിച്ചവരെല്ലാം സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം. അടുത്ത നിമിഷങ്ങളിൽ നിങ്ങൾ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം. കഴിഞ്ഞ നാളുകളിൽ നമ്മളെ പുറകോട്ട് വലിച്ച പാപത്തിന്റെ പ്രലോഭനങ്ങൾ ഇന്നു മുതൽ നമ്മുടെ മേൽ ഇനി വെളിപ്പെട്ട് വരാതെ വണ്ണം ഇന്ന് രാത്രി നമ്മൾ ജയമെടുക്കാൻ പോവാ. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. നിങ്ങൾ അധികമായി സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. നോക്കിക്കേ, നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വേഗം വരികയാണ്. നിങ്ങൾ പിന്നെയും 8-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെയല്ല. എന്ന് വെച്ചാൽ പാപത്തിന്റെ സ്വഭാവം കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തുവിനോടുകൂടെ മരിച്ചതുകൊണ്ട്, ഇനി ഞാൻ യേശു ക്രിസ്തുവിലായതുകൊണ്ട്, ഞാൻ പുതിയ സൃഷ്ടി ആയതുകൊണ്ട്, പഴയ സ്വഭാവം എന്റെ മേൽ ഇനി ഇല്ലാത്തത് കൊണ്ട് എന്താ ഇനി എന്റെ മേലുള്ളത്? ഇനി എന്റെ മേലുള്ളത് ശ്രദ്ധിച്ച് കേൾക്കണം. ആ വാക്യം വായിച്ചു നോക്കിക്കേ. നമ്മുടെ മേൽ എന്താ ഉള്ളത്? നമ്മുടെ മേൽ വ്യാപരിക്കുന്നത് ദാസ്യത്വത്തിന്റെ ആത്മാവല്ല. ഇനി നമ്മുടെ മേലുള്ളത് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് വലിയൊരു സൗഖ്യം ഉണ്ടാകുന്നത് ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഇതിനകത്തിരിക്കുന്ന ചില കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിനകത്ത് നിന്ന് പാപ സ്വഭാവങ്ങൾ, അതിന്റെ സകല ശക്തികളും ഇന്ന് രാത്രി അടിയറ വെച്ച് നിന്നെ സ്വതന്ത്രമാക്കുകയാണ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സ്തോത്രം ചെയ്തോ. നിന്റെ മേൽ വ്യാപരിക്കുന്നത് പാപ സ്വഭാവമല്ല, നിന്റെ മേൽ വ്യാപരിക്കുന്നത് പാപത്തിന്റെ ശക്തിയല്ല, നിന്റെ മേൽ വ്യാപരിക്കുന്നത് ദുഷ്ടാത്മ സേനകൾ കൊണ്ടുവന്നിരുന്ന ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളല്ല. പിന്നെ എന്താ കുഞ്ഞെ നിന്റെ മേൽ വ്യാപരിക്കുന്നത്? നിന്റെ മേൽ വ്യാപരിക്കുന്നത് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവാണ്. എന്ന് വെച്ചാൽ വാഴ്ചകളെയും അധികാരങ്ങളെയും അതിന്റെ ആയുധ വർഗം വെപ്പിച്ച് കാൽവറിയിൽ നിന്റെ മേലുള്ള പൈശാചിക തന്ത്രങ്ങളെ പരസ്യ കോല കാഴ്ചയാക്കി തീർത്ത ആ പുത്രന്റെ ആത്മാവ് നിന്റെ ശരീരത്തിന്റെ അകത്ത് ഇപ്പോൾ വ്യാപരിക്കുന്ന വചനം പറയുന്നേ. അടകൽ ഖബലഗസ്. ഓ ജീസസ് നെയിം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. എല്ലാ പ്രലോഭന ശക്തികളും തകർന്നു മാറട്ടെ. ഇനി നീ ഫോൺ എടുക്കുമ്പോൾ നിനക്ക് പാപം ചെയ്യാൻ തോന്നരുത്. ഇനി നീ ഇൻസ്റ്റാഗ്രാം ഓൺ ആക്കുമ്പോ നീ വശീകരിക്കപ്പെടരുത്. ഇനി നീ യൂട്യൂബ് ഓണാക്കുമ്പോൾ നിന്റെ കർണത്തിനകത്ത്, നിന്റെ ചെവിക്കകത്ത് സുഖം തരുന്ന പാപത്തിലേക്ക് നയിക്കുന്നത് നിന്റെ ഫോണിനകത്ത് ഓണാകരുത്. അത് ഓണായാലും നീ അതിൽ പിടിക്കപ്പെടരുത്. ഒന്ന് പ്രാർത്ഥിച്ച് അതിന്റെ മേൽ ഒന്ന് ജയമെടുത്തേ. നീ ദാസ്യത്വത്തെ ചുമക്കേണ്ടവനല്ല, നീ പാപത്തിൽ തകരേണ്ടവനല്ല, നീ ഉടഞ്ഞു പോകേണ്ടവനല്ല, നീ നശിച്ചു പോകേണ്ടവനല്ല, നീ കുലപാതകം ചെയ്യേണ്ടവനല്ല, നീ വ്യഭിചാരം ചെയ്യേണ്ടവനല്ല, നീ ദുർനടപ്പ് നടക്കേണ്ടവനല്ല, നീ കഞ്ചാവിനും MDMAയ്ക്കും അടിമയാകേണ്ടവനല്ല, നീ പിന്മാറിപ്പോകേണ്ടവനല്ല. പിന്നെ ആരാ? യു ആർ ദ ചൈൽഡ് ഓഫ് ഗാഡ്. നിനക്കൊരപ്പനുണ്ട്. നിന്റെ മേലുള്ള സകല പാപ പ്രവർത്തികളെയും സ്വന്തം പുത്രന്റെ മേൽ കൊടുത്തിട്ട് നിന്നെ വിശുദ്ധീകരിച്ച, നിന്നെ കഴുകി വെളിപ്പാക്കിയ ഒരു ദൈവം നിനക്കുണ്ട് എന്ന് ഇന്ന് രാത്രി നിന്നോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിച്ചാൽ അതിനൊന്നോ ആമേൻ പറഞ്ഞ് ആ ദൈവശബ്ദത്തിന് ആ ദൈവശബ്ദത്തെ സ്വീകരിക്കുന്ന ദൈവത്തിന് മക്കൾ എത്ര പേരുണ്ട്? ഉള്ളവരെല്ലാം ഒന്ന് സ്തോത്രം ചെയ്തേ. ഒരു 2 മിനിറ്റ് എന്റെ കൂടെ സ്തോത്രം ചെയ്തേ. ഒന്ന് സ്തോത്രം ചെയ്തേ, സ്തോത്രം ചെയ്തേ.
ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരികയാണ്. ദൈവത്തിന്റെ മഹത്വം അതിന്റെ അമേൻ 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 അതിന്റെ പൂർണ്ണതയിൽ, അതിന്റെ മഹത്വത്തോടെ നീ ഇരിക്കുന്ന ഹോസ്റ്റലിന്റെ അകത്ത് ഇറങ്ങി വരും കേട്ടോ. നീ ഇരിക്കുന്ന മുറിക്കകത്ത് ഇറങ്ങി വരും. ഇതിനകത്ത് സഹോദരിമാരോട് ഞാൻ പറയാം, സഹോദരിമാരെ, നിങ്ങളുടെ പാപത്തിലേക്ക് വലിച്ചിഴക്കുന്ന വശീകരണ ശക്തികൾ നിന്റെ മുമ്പിൽ വരുമ്പോൾ അതിനെ ജയിക്കാനുള്ള ശക്തി ഇന്ന് രാത്രി നീ പ്രാപിച്ചെടുത്തോ. ഇന്ന് രാത്രി അത് നിന്റെ മേൽ ഇറങ്ങി വരികയാണ്. നീ ദൈവത്തിന്റെ മകളാണ്, ദൈവത്തിന്റെ മകനാണ് എന്ന് പറയുന്ന ബോധ്യത്തിൽ നിന്ന് നിന്നെ വലിച്ചു കൊണ്ടുപോകാൻ നോക്കുന്ന ഒരു ദുഷ്ടാത്മ സേനകളെ അനുസരിച്ച് നടക്കുന്ന, ഇരുട്ടിനെ അനുസരിച്ച് നടക്കുന്ന മക്കളുടെ വാക്കുകളെ ജയിക്കാൻ ഇന്ന് രാത്രി നീ കൃപയെ പ്രാപിക്ക. ഓ റമാന നിന്റെ ജഡസ്വഭാവം മരിക്കും. നിന്റെ ജഡസ്വഭാവം യേശു ക്രിസ്തുവിൽ മരിച്ചിരിക്കുക എങ്കിൽ ഞാൻ ഇന്ന് രാത്രി ഞാൻ നിന്നോട് പറയാം, ഇന്നു മുതൽ ആമേൻ, നീ എന്ത് സംസാരിക്കണമെന്നും നീ എങ്ങോട്ട് നടക്കണമെന്നും, കേവലം നീ ഏതു വസ്ത്രം ധരിക്കണമെന്നും, നീ ആമേൻ നിന്റെ നാവിൽ വെച്ച് നീ എന്തൊക്കെ സംസാരിക്കണമെന്നും, നീ ഏത് വിധത്തിൽ നടക്കണമെന്നും, നിന്റെ ആമേൻ ആമേൻ സംസാരം ഏത് വിധമാകണമെന്നും നിന്നെ പഠിപ്പിക്കുകയും നിന്റെ കൂടെ നടക്കുകയും ചെയ്യാൻ ദൈവം നിന്റെ മേൽ അയച്ചിരിക്കുന്ന ഒരാത്മാവ് നിന്റെ അകത്തുണ്ട്. ഇന്ന് രാത്രി അതിനെ പ്രാപിക്കാൻ മനസ്സുള്ളവരെല്ലാം ശബ്ദമുയർത്തി നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് അല്ലെങ്കിൽ ഹൃദയത്തിനകത്ത് കർത്താവ് പറഞ്ഞേ, ആ ആത്മാവിനെ എന്റെ മേൽ ജ്വലിപ്പിക്കണമേ. ഓ, നാം പ്രാപിച്ച ആത്മാവ് അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് നാം പ്രാപിച്ചിരിക്കുന്നത്. അടുത്ത പദം വായിച്ചിട്ട് നമ്മൾ ഒരുമിച്ച് വായിക്കാൻ പോകുക. 16-ാമത്തെ വാക്യം, നാം ദൈവത്തിന്റെ മക്കൾ, ആമേൻ ആമേൻ ആമേൻ, സോറി, നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും. ഏതാത്മാവെന്നറിയാമോ? നാം ഈ പറഞ്ഞ പരിശുദ്ധാത്മാവ്, നമ്മളോട് കൂടെ നടക്കുന്ന പരിശുദ്ധാത്മാവ്, നമ്മളോട് കൂടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവ്, നാം ഏതു വഴി പോകണമെന്ന് നമ്മളെ ഉപദേശിക്കുന്ന പരിശുദ്ധാത്മാവ്, പാപം എന്തെന്ന് വെളിപ്പെടുത്തി തരുന്ന പരിശുദ്ധാത്മാവ്, നീതി എന്തെന്ന് വെളിപ്പെടുത്തി തരുന്ന പരിശുദ്ധാത്മാവ്, പുത്രനിലൂടെ നമുക്ക് വെളിപ്പെടുത്തിയ രക്ഷ, നമുക്ക് ആ രക്ഷയുടെ ബോധ്യത്തിൽ നമ്മളെ നടത്തുന്ന പരിശുദ്ധാത്മാവ്. നമ്മൾ ചെയ്യുന്നത് എന്തെന്നറിയാമോ? നമ്മൾ ചെയ്യുന്നത് നാം ദൈവത്തിന്റെ മക്കളെന്ന് നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. Thank you Jesus. Thank you Father. Hallelujah. അതിന്റെ അർത്ഥം ഇതാ, നീ പാപം ചെയ്യാൻ നിന്റെ മുമ്പിൽ പ്രലോഭനങ്ങൾ വരുമ്പോ, ലൈഫ് കൈവിട്ടു പോയോ എന്നൊക്കെ നീ ചിന്തിക്കുമ്പോ, നീ തകർന്നു പോകുമെന്ന് നീ ചിന്തിക്കുന്ന മേഖലകളിൽ നിനക്ക് വേണ്ടി സ്വർഗം അയച്ചിരിക്കുന്നവനാണ് നിന്റെ മേൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ്. നീ തകരാതിരിക്കാൻ, നീ ഉടഞ്ഞു പോകാതിരിക്കാൻ, നീ നശിച്ചു പോകാതിരിക്കാൻ, നീ ഇല്ലാതാകാതിരിക്കാൻ, നീ കൊലപാതകിയാകാതിരിക്കാൻ. ഓ ജീസസ്. നീ NDMA അടിമയാകാതിരിക്കാൻ, നീ മയക്കുമരുന്ന് ഉപയോഗിക്കാതിരിക്കാൻ, നീ മദ്യത്തിന് അടിമയാകാതിരിക്കാൻ, നീ പുകവലിക്ക് അടിമയാകാതിരിക്കാൻ, നീ ദുർനടപ്പിന് അടിമയാകാതിരിക്കാൻ, നീ ഫോണിന് അഡിക്റ്റ് ആവാതിരിക്കാൻ, നീ ആമേൻ 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 വശീകരണ ശക്തികൾക്ക് അടിമയാകാതിരിക്കാൻ ഇന്ന് രാത്രി നിന്റെ മേൽ പകർന്നിരിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. ഇവനെപ്പോഴാണ് നിന്റെ മേൽ വന്നിരിക്കുന്നത് അറിയാമോ? നിന്റെ മേൽ പാപം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ മാത്രമല്ല, നീ കിടന്നുറങ്ങുമ്പോഴും, നീ രാവിലെ എഴുന്നേൽക്കുമ്പോഴും, നീ ആമേൻ പ്രഭാത കൃത്യങ്ങൾ ചെയ്യുമ്പോഴും, നീ റെഡിയാകുമ്പോഴും, നീ കോളേജിന് വേണ്ടി റെഡിയാകുമ്പോഴും, നീ കോളേജിന് വേണ്ടി പുറത്തു പോകുമ്പോഴും, നീ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോഴും, വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴും, നിന്റെ കൂട്ടുകാരോട് കൂടെ നീ ഇരിക്കുമ്പോഴും, ഏത് നിമിഷവും നിന്നോട് കൂടെ, ഏത് നിമിഷവും നിന്നോട് കൂടെ. നിന്റെ മുമ്പിൽ പാപം വരുമ്പോഴും നിന്റെ കൂടെ പരിശുദ്ധാത്മാവുണ്ട്.
നീ ഏത് അവസ്ഥയ്ക്കകത്തായാലും പരിശുദ്ധാത്മാവ് നിന്നോട് കൂടെയുണ്ട്. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർ എത്ര പേരുണ്ട്? ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ മുറിക്കകത്ത് ആ പരിശുദ്ധാത്മാവ് ഇറങ്ങി നിൽക്കുകയാണ്. ആളത്വമായി നിന്റെ മേൽ ഇറങ്ങി വരികയാണ്. ആളത്വമായി നിന്റെ അരികിൽ ഇറങ്ങി വരികയാണ്. നിന്റെ സുഹൃത്തിനേക്കാൾ അധികമായി, നിന്റെ പപ്പായെക്കാളും നിന്റെ മമ്മിയെക്കാളും നിന്റെ സഹോദരങ്ങളെക്കാളും നിന്റെ ടീച്ചേഴ്സിനെക്കാളും നിന്റെ കൗൺസിലേഴ്സിനെക്കാളും നിന്റെ പാസ്റ്ററിനെക്കാളും ഏത് പ്രവാചകന്മാരെക്കാളും നിന്റെ അടുത്ത് ഇറങ്ങി വന്ന് നിന്നോട് സംസാരിച്ച് ഏത് വഴി പോകണം, എന്ത് ചെയ്യണമെന്ന് നിന്നോട് കൃത്യമായി സംസാരിക്കാൻ ഇന്ന് രാത്രി നിന്റെ അരികിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ്. നാം ദൈവത്തിന്റെ മക്കൾ എന്ന് വെച്ചാൽ നീ പാപത്തിനകത്ത് തുടരേണ്ടവനല്ല എന്ന്, നീ ഇനിയും പാപത്തിന്റെ സ്വഭാവത്തിൽ തുടരേണ്ടവനല്ല എന്ന്, നീ ഇനിയും പ്രലോഭനങ്ങളിൽ തകരരുത് എന്ന്, നീ ദൈവത്തിന്റെ മകനാണ്, നീ ദൈവത്തിന്റെ മകളാണെന്ന് പരിശുദ്ധാത്മാവ് താനും യേശുക്രിസ്തു തന്റെ രക്തത്താൽ വീണ്ടെടുത്ത നിന്റെ ആത്മാവോട് കൂടെ നിന്നോട് ഇന്ന് രാത്രി സാക്ഷ്യം പറയുകയാണെന്നാണ് നമ്മൾ വചനത്തിൽ വായിച്ചത്. കണ്ണൊന്നടച്ചേ, അടുത്ത 2 മിനിറ്റ് നിങ്ങളൊന്ന് ഹൃദയത്തെ തുറന്നൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, എന്റെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവിനെ ഒന്ന് ആമേൻ 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 അധികമായി വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവിൻ കാവൽ വേണം, പരിശുദ്ധാത്മാവേ കൂടെ വേണം, പരിശുദ്ധാത്മാവേ വേണം. ഹല്ലേലൂയ. എന്തിനാ എന്റെ മേൽ പരിശുദ്ധാത്മാവ് വേണ്ടത്? ഈ ബോധ്യത്തിൽ നടത്താൻ അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും, പിതാക്കന്മാരായ മോശയെയും യോശുവയെയും ദാവീദിനെയും ശമൂവേലിനെയും യെശയ്യാവിനെയും ദാനിയേലിനെയും എല്ലാം നടത്തിയ അതേ ദൈവം, പത്രോസിനെ കടലിന്മീതെ നടത്തിയ അതേ ദൈവം, പൗലോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന അതേ ദൈവം, യോഹന്നാനെ പത്മോസ് ദ്വീപിൽ ഇറങ്ങി വന്ന് സന്ദർശിച്ച അതേ ദൈവം നിന്റെ അടുത്ത് പരിശുദ്ധാത്മാവായി ഇറങ്ങി നിൽക്കുകയാണ്. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ഹൃദയത്തെ എല്ലാം തുറന്ന്